സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. സ്നേഹിതന്മാരെ, അപ്പം ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് ബീച്ചിലാട്ടോ. കോഴിക്കോട് ബീച്ച് മൊത്തം മാറാൻ പോകട്ടോ. ഇത് കണ്ടകളെ നമ്മുടെ ഈ കോഴിക്കോട് ബീച്ചിൻ്റെ പുതിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഈ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല കണ്ട് ചെയ്താൽ കേട്ടോ. ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ച് മൊത്തത്തിൽ മാറാൻ പോകട്ടോ. ഇതുപോലെ കച്ചവടം ചെയ്ത ആൾക്കാരൊക്കെ അല്ലേ, അവരുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ മാറുക കേട്ടോ. അതുകൊണ്ടെങ്കിൽ ചെറിയ സാധനം അടിപൊളി വൃത്തിയിൽ കോർപ്പറേഷൻ നിർമ്മിച്ച് നൽകിയ അടിപൊളി കടകൾ ഇവിടൊക്കെ തയ്യാറായി നിൽക്കട്ടോ. നാളെ ഉദ്ഘാടനം കേട്ടോ. നാളെ ഉദ്ഘാടനം. ഇന്ന് 21-ാം തീയതി ഉദ്ഘാടനം കേട്ടോ. അതിൻ്റെ എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ കോഴിക്കോട് മാറാൻ പോകണം. അതിൻ്റെ വർക്കുകൾ ഫൈനൽ ഘട്ടത്തിലേക്ക്. ഇവിടെ നമ്മളെ ഈ ഭാഗത്തു നിന്ന് വരുന്ന ഭാഗം ഉണ്ടല്ലോ, സ്റ്റെപ്പിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പണ്ടവിടെ കരിങ്കൽ അങ്ങനെ തന്നെ ഇനിയില്ലേ, അതിൻ്റെ മുകളിൽ നല്ല മാർബിൾ വിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇൻ്റർലോക്കിൻ്റെ ഫൈനൽ ഘട്ടം ഇന്നത്തോടു കൂടി ഫിനിഷ് ആവും തോന്നുന്നു. നാളെ ഉദ്ഘാടനം ചെയ്യാൻ തന്നെ മൊത്തത്തിൽ കറണ്ട് എല്ലാ കടകളിലേക്കും ഇവിടെ കറണ്ടുകളൊക്കെ ഇവിടുന്ന് അതിൻ്റെ ലൈനാട്ടോ. ഇവിടെ ഫുള്ള് അടിയിൽ കൂടിയാട്ടോ ഇതിൻ്റെ ലൈനുകളും വാട്ടർ ലൈനുകൾ ഒക്കെ പോകുന്നത്. ഒന്നും മുകളിൽ കാണൂല. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇവിടെ നല്ലൊരു ഇൻ്റർലോക്ക്, ചെറിയൊരു ലോക്കാട്ടോ. അതായത് ചെറിയ 4x4 കട്ടകളാട്ടോ അവിടെ വിരിച്ചത്. മൊത്തം നല്ല വൃത്തിയിലാക്കി വിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടോ, ഈ സാധനമൊക്കെ അവിടെ നിന്ന് പോവും. മൊത്തത്തിൽ മാറും ഇവിടെ. അവിടെയുള്ള കച്ചവടക്കാരൊക്കെ നാളത്തോടു കൂടി, ബുധനാഴ്ച കേട്ടോ ഇതിൽ കാര്യമായിട്ട് നാളെ ഉദ്ഘാടനം ഉണ്ടെന്നുള്ളൂ. പക്ഷേ ബുധനാഴ്ചയാണ് ഫുള്ള് കച്ചവടം ഇതിൽ ആരംഭിക്കുക. അതിനുള്ള സെറ്റപ്പുകളൊക്കെ ഇതിൻ്റെ ഓണർമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താണ്? അസ്കർ. നിങ്ങളിവിടെ താഴത്ത് കച്ചവടം ചെയ്ത ആളാ? ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ കട ലഭിച്ചില്ലേ? ഇവിടെ താഴത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കട ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഇത് പ്രത്യേക എന്തെങ്കിലും വാടക അങ്ങനെ എന്തെങ്കിലും കൂടുതലുണ്ടോ? വാടക ഒന്നുമില്ലല്ലോ, ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ എത്ര? കേരള ബാങ്ക് ലോൺ എന്നിട്ട് നമ്മൾ എടുത്തത്. അത് ശരി. ഇത് എത്ര രൂപ വരുന്നുണ്ട് ഒരു കടക്ക്? 3 ലക്ഷം റുപ്യ. 3 ലക്ഷം റുപ്യ. ആ, അപ്പോൾ ഈ കട 3 ലക്ഷം റുപ്യ നിങ്ങൾ ഹാപ്പിയാണ്? കുഴപ്പമൊന്നുമില്ല. എന്തായാലും സ്റ്റീലൊക്കെ നമ്മളെ ഉപ്പുകാറ്റിനൊക്കെ പ്രതിരോധിക്കാനുള്ള സൈസുള്ള സ്റ്റീലായിരിക്കില്ല അതൊക്കെ? കുഴപ്പമൊന്നുമില്ല. ഉപ്പുകാറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പരിധിയില്ലേ, ഒരു പരിധി കിട്ടും. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് മാറുന്നതിൽ ഇപ്പൊ സന്തോഷമുള്ളൂ അല്ലേ? അത് മാറുന്നതിൽ സന്തോഷം തന്നെ ഉള്ളൂ. നമുക്ക് ചെറിയൊരു ദുഃഖമുള്ളത് നമുക്ക് ഇതിനകത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ആളുകൾ എല്ലാരും കൂടി ഒരു ഭാഗത്തേക്ക് ആകുമ്പോ അല്ലേ, നമ്മള് ഈ ഐസ്ക്രീം ആയിരിക്കും, മറ്റേ ഈ ഐസൊട്ടിക്കാർക്കൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള വണ്ടിയാണ്. പക്ഷെ ചായ വണ്ടി നടത്തുന്നവർക്ക് ചെറിയൊരു സൗകര്യക്കുറവ് വണ്ടിയിലുണ്ട്. ഉണ്ടല്ലേ? ശരി. അപ്പം നാളെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തുറക്കൂല? ഒരു 3-4 ദിവസം കഴിയൂല ഇതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയെങ്കിൽ? നാളെ നമ്മളിത് തുറക്കാൻ ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. വെള്ളം റെഡി ആയിട്ടില്ല, റെഡി ആയിട്ടില്ല. കറണ്ട് വെള്ളം കടി കൂടി ഇതിന്റെ ഉള്ളിൽ എടുത്തില്ലേ? ഇതിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പ്രയാസങ്ങൾ നിലനിന്നുകൊണ്ട് നമ്മളിപ്പോ എങ്ങനെ തുറക്കാൻ പറ്റുക? നാളെ ഇപ്പൊ ഔദ്യോഗികമായിട്ട് ഒരു ഉദ്ഘാടനം നടക്കണം. ഓക്കെ. നാളെ ഭക്ഷണം കഴിച്ചോളിട്ടോ. താങ്ക് യു അസ്കർക്കാ, താങ്ക് യു. ഞാൻ വേറെ ആളുകളോടൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അതായത് ഇവർക്ക് സന്തോഷക്കുറവൊന്നുമില്ല. അതായത് ഇവർക്ക് ഇവിടേക്ക് മാറുന്നതിൽ സന്തോഷം തന്നെ ഉള്ളൂ. പിന്നെ കച്ചവടം എന്തിനും ഉണ്ടല്ലോ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം എല്ലാത്തിനും ഉണ്ടാവും കേട്ടോ. ചില ആളുകൾക്ക് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാം ക്ലിയർ ആയിരിക്കും. ചില ആളുകൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇവരിങ്ങനെ പറയുന്നത്. എന്തായാലും അടിപൊളി കടകൾ, നല്ല വൃത്തി. കോഴിക്കോട് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ബീച്ചിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അടിപൊളി പരിപാടിയാട്ടോ. നമ്മൾ ബീച്ച് മാറാന്ന് പറഞ്ഞാൽ തന്നെ കോഴിക്കോട് ബീച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും അറിയപ്പെടുന്ന ഒരു ബീച്ചല്ലേ. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള ആ ഒരു കാഴ്ചകളൊക്കെ പോയാൽ തന്നെ കോഴിക്കോടിൻ്റെ ആ സൗന്ദര്യം, ബീച്ചിൻ്റെ സൗന്ദര്യം ഡബിളാകും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആളുകളൊക്കെ ഇവിടെ മരങ്ങളൊക്കെ അതിനെ കൊണ്ട് നല്ല തണലുണ്ട് കേട്ടോ. ആളുകളൊക്കെ ഇവിടെ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇത്തിരി വെയിലാണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങും.
നല്ല സ്റ്റൈലും കളറ് ചുവപ്പ് മഞ്ഞ. ഇവിടേക്ക് എത്തുമ്പം കുറച്ച് കടകൾ മുന്നോട്ടായി ബീച്ചിലേക്കാക്കിയിട്ട് മുന്നോട്ടായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള 3-4 ഭാഗങ്ങളുണ്ട്. കുറച്ച് കടകൾ ഇങ്ങനെ മുന്നോട്ടാക്കി വെച്ചിട്ട് കുറച്ചുകൂടി ബീച്ചിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന തോതിന് അതാ ഒരു 10-30 അടി തള്ളി നിൽക്കുന്ന തോതിൽ ഇവിടെ സെറ്റപ്പാക്കി. 1, 2, 3. എന്തായാലും ആളുകൾക്ക് നല്ല വൃത്തിയുള്ള ഒരു ഇതാകുമ്പോണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ തന്നെ ഒരു ഇതാണ്. കടകളൊക്കെ ഒന്ന് നല്ലൊരു പുതിയതാകുമ്പോൾ ആളുകൾ ഒന്നും കൂടി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. ഇവിടെ കറണ്ട് സെറ്റപ്പൊക്കെ അതിൻ്റെ സെൻട്രൽ ഭാഗത്തുണ്ട്. ഒക്കെ അടിയിൽ കൂടി കേട്ടോ. ഇതിൻ്റെ സെറ്റപ്പുകൾ മൊത്തം അടിയിൽ കൂടിയാണ്. കറണ്ടിൻ്റെ ലൈന്, അതുപോലെ വാട്ടർ ലൈന് ഒക്കെ അടിയിൽ കൂടി കേട്ടോ. ഫുള്ള് സെറ്റപ്പ് പരിപാടി കാണിച്ചു തരാം കേട്ടോ. വാട്ടറിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ, നമ്മളെ ജപ്പാൻ്റെ വീട്ടിലൊക്കെ വെച്ച ഇട്ടാൽ. പിന്നെ അടിയിൽ വേസ്റ്റ് വെള്ളം പോകാനുള്ളൊക്കെ അടിയിൽ കൂടി തന്നെ, ഒന്നും പുറത്തേക്ക് വരില്ല. അതാണൊക്കെ ഇതിൻ്റെ പ്രത്യേകത. ഇടയ്ക്കിടയ്ക്ക് ഇതാ വാഷ് ബേസിൻ്റെ പരിപാടി ഉണ്ടല്ലോ. അതായിരിക്കില്ലേ, കൈ കഴുകാനുള്ള സൗകര്യം അങ്ങനെയുള്ളതും ഉണ്ടാവും. അങ്ങനെ മൊത്തം 99 കടകളാണ് ഇപ്പം ഇവിടെ നിർമ്മിച്ച് നൽകിയത്. 90 ആളുകൾ ഉണ്ട് നാട്ടോടെ പറഞ്ഞു കഴിഞ്ഞാൽ. നാളെ ഓപ്പണാ അല്ലേ? നിങ്ങൾ ഉപ്പിലിട്ടതാ നിങ്ങളത്? ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾ ഇതിൽ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉപ്പിലിട്ട് നാളെ ഇപ്പം നിങ്ങൾ ഇന്ന് കച്ചവടം തുടങ്ങിയില്ലേ? നാളെ നിങ്ങൾ തുടങ്ങും. കുറേ ആളുകൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളം കിട്ടണതൊക്കെ അതൊന്നും സെറ്റായില്ലാന്ന് തോന്നുന്നില്ലല്ലേ? അപ്പോൾ നിങ്ങൾ പഴയ പോലെ എന്തായാലും നാളെ മുതൽ അവിടുത്തെ ഒഴിവാക്കി തുടങ്ങുമല്ലോ, ഫുള്ള് അവിടെ ക്ലീൻ ആക്കും. ഓക്കെ ഓക്കെ. കുറേ നാടോടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതാ ചപ്പാത്തിയും കാര്യമൊക്കെ ഇവിടെ തന്നെ ചുരുങ്ങുന്നുണ്ട്. ഇവിടെ ഇതാ നൂലുകളൊക്കെ കെട്ടിയെന്തോ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെയൊക്കെ ചിലപ്പം നല്ല ഇൻ്റർലോക്കൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കട്ടെ. അവിടെ ഒരു കള്ളി പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേക നല്ല സ്റ്റൈലും വർക്കുകളൊക്കെ വരാറുണ്ട്. അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാഴ്ചൻ്റെ ഉള്ളിലൊക്കെ റെഡി ആവട്ടോ, സെറ്റപ്പ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ പുതിയ വിശേഷങ്ങൾ. നാളെ ഉദ്ഘാടനം രാത്രി എല്ലാവരും കൂടെ പോന്നോളിട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ചെയ്താളിട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.